Hello, welcome to Finnychayans world. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്. അതിൻ്റെ ബേസിക്സ് എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള ചെറിയ രീതിയിൽ നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഞങ്ങൾ വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ചൊക്കെ ശരിക്കും അറിയാവുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഞങ്ങൾക്ക് കാണുന്നതുകൊണ്ട് വലിയ പ്രയോജനം കാണത്തില്ല. അല്ല, നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിങ്ങിനൊന്നും അറിയത്തില്ല, അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർന്നും ഈ വീഡിയോ കാണാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സോഫ്റ്റ്വെയർ ഇൻഷോട്ട് എന്ന് പറയുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറാണ്. ഞാനത് ഓൾറെഡി അതിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളത് പ്ലേ സ്റ്റോറിൽ പോയി വേണം അത് ഡൗൺലോഡ് ചെയ്യാൻ. ഞാൻ പ്ലേ സ്റ്റോറിൽ പോകാം, നമുക്കത് നോക്കാം. അത് ഇതിനകത്ത് 1, 2, 3 കാണുന്ന ആ സോഫ്റ്റ്വെയറാണ്. നിങ്ങളതിൻ്റെ നോക്കാം. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടേക്കുന്നതാണ്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ 3 ഇത് വരും. നമ്മളതിനകത്ത് വീഡിയോ മേക്കിങ്ങിനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ വീഡിയോ എന്നുള്ള ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറിയിലുള്ള വീഡിയോസാണ് ഇപ്പോൾ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഏത് വീഡിയോ ആണോ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത് അത് നമുക്ക് പ്രസ് ചെയ്യാം. അപ്പോൾ ഞാൻ 1, 2, 3, 4 4 വീഡിയോ ആണ് ഞാൻ ഞെക്കിയിരിക്കുന്നത്. അപ്പം ഓരോ വീഡിയോയും ഇതിനകത്ത് നോക്കിയിട്ടുണ്ട്. അത് നമുക്ക് ടിക്ക് ഇവിടെ താഴെയുള്ള ആ ഗ്രീൻ ബെല്ലിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാം ഇതാണ്ട് ഇതിനകത്ത് വന്ന് കിടപ്പുണ്ട് ഇപ്പോൾ. അപ്പം ഇതിനകത്ത് വീഡിയോസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് കിടപ്പുണ്ട്. ക്യാൻവാസ് ഉണ്ട്, മ്യൂസിക്, സ്റ്റിക്കർ, ടെസ്റ്റ്, ഫിൽറ്റർ, ട്രിം ഉണ്ട്, സ്പ്ലിറ്റ് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട്, സ്പീഡ്, ക്രോപ്പ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ആദ്യം തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം തന്നെ ഇതിനകത്ത് 1ാമത്തെ ഓപ്ഷൻ നമുക്ക് പോകാം. ക്യാൻവാസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് പോകേണ്ടത്. ഇത് പോയിട്ട് നമ്മൾ ഏതിനകത്താണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ല മീൻസ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇൻസ്റ്റാഗ്രാമിലാണോ, ഫേസ്ബുക്കാണോ, ടിക്ടോക്കാണോ, യൂട്യൂബാണോ, അങ്ങനെ അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഫ്രെയിം നമുക്ക് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇത് യൂട്യൂബിലേക്കുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് 1, 2, 3 4ാമത്തെ ഓപ്ഷൻ 16:19 16:9 നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പം അത് ചെയ്യുമ്പം ആ ഫ്രെയിം എല്ലാം അവിടുന്ന് നമുക്കത് മാറിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇത് ഇവിടെ ഇപ്പം മേളിൽ നമുക്ക് 2 ടിക്ക് കാണാം. ഒന്ന് ലെഫ്റ്റ് സൈഡിലും ഒന്ന് റൈറ്റ് സൈഡിലും ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ടു ഓൾ ആണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസിനും ആ സെയിം രീതിയിൽ തന്നെ വരും. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തുള്ള ഈ സൗണ്ട് തന്നെയാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അല്ല നമ്മൾ വേറെ സൗണ്ട് ഇതിനകത്ത് നമ്മൾ കൊടുക്കണമെങ്കിൽ ആ മ്യൂസിക് ബട്ടണിൽ ഞെക്കുക. അവിടെ നമുക്ക് 3 ഓപ്ഷനാണുള്ളത്. ട്രാക്ക് ഉണ്ട്, എഫക്ട്സ് ഉണ്ട്, റെക്കോർഡ് ഉണ്ട്. ട്രാക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും മ്യൂസിക് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിനകത്തു നിന്ന് നമുക്ക് മ്യൂസിക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ മ്യൂസിക്കിനകത്തു നിന്നെല്ലാം നമുക്ക് എടുത്ത് ചെയ്യാവുന്നതാണ് മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ. അല്ല നമുക്ക് റെക്കോർഡ് ചെയ്യുകയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ റെക്കോർഡ് ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാവുന്നതാണ്, സൗണ്ട് കൊടുക്കാൻ പറ്റും. എന്നിട്ട് അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് കൊടുക്കുക, ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റിക്കർ കൊടുക്കുക. നമുക്ക് ഏതെങ്കിലും സ്റ്റിക്കറൊക്കെ അല്ല നമ്മുടെയായിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്കിതിനകത്ത് ആഡ് കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ എൻ്റെ ഫിനിച്ചാൻസ് വേൾഡ് എന്ന് പറയുന്ന എൻ്റെ സ്റ്റിക്കറുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യാൻ പോവാണ്. അത് നമുക്ക് ഇവിടെ തന്നെ അതിൻ്റെ സൈസൊക്കെ ചെറുതാക്കി നമുക്ക് എവിടെയാണോ അത് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് നമുക്കത് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ ആ സൈഡിൽ മേളിലായിട്ട് കൊണ്ടത് ആഡ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ടത് ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് എത്ര നേരം വേണമെന്നുള്ളത്, ഇത് വീഡിയോ ഫുൾ തീരുന്നിടം വരെ വേണോ അതോ ഒരു ക്ലിപ്പ് മാത്രം, ഇപ്പോൾ ഞാൻ 4 ക്ലിപ്പാണ് ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്, എത്ര ക്ലിപ്പ് വരെ വേണം എന്നുള്ളതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇവിടെ താഴത്തെ വരുമ്പോൾ നിങ്ങൾക്ക് 2ാമത്തേത് കൊണ്ടൊരു മഞ്ഞ കളറുള്ള ഇത് അവിടെ 2 ഇടത്ത് സൈഡിലും വലത്ത് സൈഡിലും ആരോ മാർക്കുണ്ട്. ഈ വലത്ത് സൈഡിൽ അത് ഞെക്കുക. ഇപ്പോൾ ക്ലിപ്പ് എൻഡ് ഉണ്ട്, വീഡിയോ എൻഡ് ഉണ്ട്. അപ്പം വീഡിയോ എൻഡെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ എത്രയും വീഡിയോ ഉണ്ടോ അത്രയും വീഡിയോ വരെ അത് കിടക്കും. അതാണ് അതിനകത്തുള്ളത്. അതുപോലെ നമുക്ക് ആനിമേഷൻ ഇത് കൊടുക്കാൻ പറ്റും. ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഇതിപ്പം വരേണ്ടത് എങ്ങനെയാണെന്നുണ്ട് ഒന്നുകൂടെ കാണിച്ചു തരാം ഞാനത്. അത് നമ്മൾ ഈ മഞ്ഞ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് ബട്ടൺ കൊടുക്കുക. എഡിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട രീതിയിൽ നമുക്കിതിനെ ചെയ്യാൻ പറ്റും. ഇത് കറങ്ങുന്ന രീതിയിൽ എങ്ങനെയാണോ നമുക്കത് വേണ്ടത് ആ രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിനകത്ത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് നമ്മളത് ടിക്ക് കൊടുക്കുക. അപ്പം അത് ഓക്കെ ആയി വന്നു. അതുപോലെ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് ഇതിനകത്ത് കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ടെസ്റ്റ് ബട്ടണിൽ ഞെക്കിയിട്ട് നമുക്ക് അത് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഫിനിച്ചാൻസ് വേൾഡ് സ്പെല്ലിംഗ് മാറി
ഇങ്ങനെ ചെയ്യുക. അതിൻ്റെ സൈസ് എങ്ങനെയാണോ അത് ആക്കുക. നമുക്ക് എവിടെയാണോ അത് വെക്കേണ്ടത് അവിടെ കൊണ്ടത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇവിടോട്ട് കാണിക്കുകയാണ്. എന്നിട്ട് ഇതിനകത്ത് തന്നെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഇതും അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണോ ഇത് ചെയ്യേണ്ടത് ആ രീതിയിലാക്കാം. കറങ്ങണമെങ്കിൽ കറങ്ങുന്ന ഏത് രീതിയിൽ വേണമെങ്കിലും ഓക്കെ കൊടുക്കുക. പിന്നെ അതുകൊണ്ട് അതിൻ്റെ ഫോണ്ട് മാറ്റണമെങ്കിൽ എല്ലാം നമുക്കത് ചെയ്യാൻ പറ്റും. അവിടെ തന്നെ ഉണ്ട് ഫോണ്ട് ഏതാണോ ആക്കേണ്ടത് ആ ഫോണ്ട് നമുക്കാക്കാം. അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ അവിടെ തന്നെ നമുക്ക് പറ്റും. ആ ടെക്സ്റ്റിനുള്ള ഓപ്ഷനിൽ ഏത് കളറാണോ നമുക്ക് വേണ്ടത് അതാക്കാം. പിന്നെ ഇതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അപ്പം ഇങ്ങനെ ഒരു വാട്ടർ മാർക്ക് പോലെ രീതിയിൽ നമുക്ക് വരും. അങ്ങനെയൊക്കെ ആക്കാം. ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതെല്ലാം ആ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനകത്താണ് എല്ലാം കിടക്കുന്നത്. എന്നിട്ട് നമ്മൾ ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് ഫിൽറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷനകത്തുണ്ട്. അതിനകത്ത് നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ലൈറ്റിൻ്റെ കൂട്ടുക കുറയ്ക്കുക, കോൺട്രാസ്റ്റ് കൂട്ടാനോ കുറയ്ക്കാനോ അത് നമ്മുടെ വീഡിയോയുടെ അനുസരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ട്രിം ഇപ്പോൾ നമുക്കൊരു വീഡിയോയുടെ കുറച്ച് ഭാഗം കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ട്രിം ഞെക്കിയിട്ട് ആ ഭാഗം നമുക്ക് മാറ്റാം. ഇപ്പം അത് 8 സെക്കൻഡുള്ള വീഡിയോ 9 സെക്കൻഡുള്ള വീഡിയോ 15 സെക്കൻഡുള്ള വീഡിയോ ആയിരുന്നു. അതിപ്പോൾ 6 സെക്കൻഡാക്കി. അങ്ങനെ നമുക്കത് ട്രിം ചെയ്യാം, കട്ട് ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെ എല്ലാ ഓപ്ഷനും അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യുക. അതുപോലെ നമുക്ക് ഈ വീഡിയോയുടെ സ്പീഡ് ഇപ്പം എൻ്റെ വീഡിയോയുടെ ചില ഭാഗത്ത് നമുക്ക് ചിലപ്പോൾ സ്പീഡ് നല്ലോണം കൂട്ടിയായിരിക്കും കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സ്പീഡിൽ ഞെക്കുക. 1 തൊട്ട് ഇങ്ങനെ നമുക്ക് അതിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം അതനുസരിച്ച് സ്പീഡ് കൂടുകയും കുറയുകയും എല്ലാം ചെയ്യും. പിന്നെ അതുപോലെ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും വീഡിയോയ്ക്കകത്ത് ഓൾറെഡി ഉള്ള സൗണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ വോളിയം എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക. എന്നിട്ടത് 0 ആക്കുക. എന്നിട്ട് അപ്ലൈ ടു ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ അതിനകത്തുള്ള സൗണ്ടുകളെല്ലാം ഇല്ലാതാകും. നമ്മൾ റെക്കോർഡ് ചെയ്ത സൗണ്ടുകൾ മാത്രമേ പിന്നെ അതിനകത്ത് വരത്തുള്ളൂ. അതുപോലെ നമുക്കിപ്പം ഒരു വീഡിയോ ഇപ്പോൾ ഇതിനകത്തു നിന്ന് പൊസിഷൻ മാറ്റണം. ഇപ്പോൾ രണ്ടാമതിരിക്കുന്ന വീഡിയോ ഒന്നാമതാക്കണമെന്നുണ്ടെങ്കിൽ ആ രണ്ടാമത്തിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് നമുക്കത് എങ്ങോട്ടാണോ മാറ്റേണ്ടത് അങ്ങോട്ടത് കൊണ്ടുപോകുന്നതാണ്. നമുക്കത് ഇങ്ങനെ ഏത് ഭാഗത്തോട്ട് വേണമെങ്കിലും നമുക്ക് വീഡിയോസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോയുടെ ഒരു ഭാഗം നമുക്ക് ഈ കുറച്ച് സൂം ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ആ ക്യാൻവാസിൽ വന്നിട്ട് ഇത് കണ്ടില്ല, ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൂം ചെയ്യുകയും കൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഭാഗം സൂം ചെയ്യണം, സൂം ഔട്ട് ചെയ്യണമെങ്കിലും ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് പറ്റും. ഇപ്പം ഇത് എല്ലാ വീഡിയോയ്ക്കാണെങ്കിൽ അതോ അതിനു വേണ്ടി മാത്രം ഒരു ക്ലിപ്പിന് മാത്രമാണെങ്കിൽ അത് മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ അപ്ലൈ ടു ഓൾ കൊടുക്കുക. അങ്ങനെ വേണം ചെയ്യും. അതുപോലെ ഇതിനകത്താണ് ഇൻഷോട്ടിൻ്റെ ഒരു മാർക്ക് അവിടെ കിടപ്പുണ്ട്. അത് കളയണമെങ്കിൽ അവിടെ ഒരു ഇൻറ്റു മാർക്കുണ്ട്. ആ ഇൻറ്റു മാർക്ക് ഞെക്കിയിട്ട് ഫ്രീ റിമൂവ് എന്ന് പറയുന്നുണ്ട്. ഒരു 30 സെക്കൻഡിലൊരു വീഡിയോ ആണ് അത്. നമ്മൾ ഫ്രീ റിമൂവ് കൊടുക്കുമ്പോൾ ആ വീഡിയോ അത് ഫുൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ഇൻഷോട്ടിൻ്റെ അത് അവിടുന്ന് മാറിപ്പോകും. ഞാനിപ്പം അത് 30 സെക്കൻഡ് വേണ്ടതുകൊണ്ട് അത് കളയുകയാണ്. ക്ലോസ് വീഡിയോ കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ വാട്ടർമാർക്ക് അവിടുന്ന് പോകുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഇതിനകത്ത് അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങൾ. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നെങ്കിൽ ബ്ലർ ആക്കണമെങ്കിൽ ആക്കാം. അങ്ങനെ പല കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഏറ്റവും മേൽ സേവ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊണ്ടു കൊടുക്കുക. എന്നിട്ട് അത് സേവ് ചെയ്യുക. അത് സേവ് ചെയ്യുമ്പോൾ അവർ 3 ഓപ്ഷനാണ് കൊടുക്കുന്നത്. 1080, 720, 640 ആണ്. ഞാനെപ്പോഴും ചെയ്യുന്നത് 1080യിലാണ്. അപ്പോൾ നല്ല ക്ലാരിറ്റിയോടെ നമുക്കത് സേവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് സേവ് ചെയ്യാൻ കൊടുക്കുക. അത് അന്നേരം തന്നെ അത് സേവായിട്ട് നമുക്ക് നമ്മുടെ ഗാലറി വരുന്നതായിരിക്കും. എന്നിട്ട് നമുക്കത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത് ഞങ്ങൾക്ക് പ്രയോജനമായെന്ന് കരുതുന്നു. പ്രയോജനമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ആൻസർ തരുന്നതായിരിക്കും.